എന്താടാ നിനക്ക് വേണ്ടേ? ബലരാമ, നന്ദൻ അങ്ങോട്ട് വന്നിരുന്നോ? വന്നു. എന്റെ മോളുടെ ഭർത്താവല്ലേ? രണ്ടുപേരും കൂടി ഇവിടെ മണിയറയിൽ എന്നടാ. ബലരാമ, കളിക്കാതെ കാര്യം പറ. നന്ദൻ അവിടെ ഉണ്ടോ? ആ ഉണ്ട്. എന്റെ മടിയിലിരുത്തി പുന്നാരിപ്പിക്കുകയാണ് നിന്റെ മോനെ. ബലരാമ, നന്ദനെ കാണുന്നില്ല. എവിടെ പോയെന്ന് അറിയില്ല. ഓ, അപ്പോ എന്നെ പേടിച്ച് അവനെ ഒളിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ? ബലരാമ, അതെ, അതിനുവേണ്ടി തന്നെയാ നിന്റെ ഈ വിളി. നിന്റെ ശബ്ദത്തിൽ ഇപ്പൊ പേടിയുണ്ട്. താൻ എന്തു വേണോ പറഞ്ഞോ, എങ്ങനെ വേണോ വ്യാഖ്യാനിച്ചോ. ഞാൻ എന്തു പറഞ്ഞാലും താൻ വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷെ ബലരാമ, താൻ നന്ദനോട് തന്റെ വൈരാഗ്യം കാണിക്കരുത്. അവൻ എവിടെയാ? അറിയാമെങ്കിൽ ഒന്ന് പറയാം. സിദ്ധു, താൻ ആശാന്റെ നെഞ്ചത്തിന് കയറി അടവ് കാണിക്കല്ലേ. എന്റെ കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ നിന്റെ ഓരോ ചുവടുകൾ ഒരിക്കൽ പച്ചവെള്ള. ആദ്യം ദേവി എവിടെ ഒളിപ്പിച്ചു, പിന്നെ ഇപ്പൊ നന്ദനെ ഒളിപ്പിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാ നീ. നന്ദനെ കണ്ടിരുന്നോന്ന്, അറിയാമോന്ന്? എടാ നോക്ക്, അവനെ എവിടെ ഒളിപ്പിച്ചാലും ശരി, ഈ ബലരാമൻ അവനെ കണ്ടുപിടിച്ചു പുറത്തു കൊണ്ടുവരും. ആ ദേവികയെ കണ്ടെത്തുന്നതിന്റെ അടുത്ത ദിവസം ആ നന്ദനും എന്റെ കസ്റ്റഡിയില്ല. നിനക്കറിയാലോ ശത്രുക്കളെ ഞാൻ എങ്ങനെയാ വെട്ടി നിരത്തുന്നെന്ന്. എന്റെ കുഞ്ഞിന്റെ ജീവനെടുത്തവരോടാ എനിക്കിപ്പോ പക. അത് നീ ഊഹിക്കുന്നതിലും വളരെ മുകളിലാടാ. ബലരാമ, ഞാൻ വിഷമിക്കുന്നത് താൻ എനിക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു പേടിച്ചിട്ടൊന്നുമല്ല. തന്നെ പോലൊരു സുഹൃത്തിനെ എനിക്ക് നഷ്ടപ്പെട്ടു ഓർത്താ. നിർത്തണ നിന്റെ അഭിനയം. ചോക അഭിനയിച്ച് രക്ഷപ്പെട്ടു പോവാന്നാണോ? നിന്നെ നീയാക്കിയത് ഈ ഞാനാടാ. ഉച്ചയിൽ വെച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയ നടത്തും ഞാൻ. ഏതായാലും ചന്ദ്രോത്തുകാരൊരു കാര്യം ചെയ്തോ, അവസാന ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നടത്തിക്കോ. വിൽപത്രമൊക്കെ എഴുതാനുണ്ടെങ്കിൽ അതും അങ്ങ് എഴുതിക്കോ. നിന്റെ കായുസ് ആ ദേവികയെ കണ്ടുപിടിക്കുന്നത് വരെ മാത്ര. അതുവരെ നീയൊക്കെ ജീവിക്കൂ. അച്ഛാ, ബലരാമൻ അങ്കിൾ എന്തോ പറയുന്നു? നന്ദനെ കുറിച്ച് ബലരാമൻ അറിയില്ല. അങ്കിള് പറയുന്നത് വിശ്വസിക്കാവോ? നമുക്കെതിരെ എന്തും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുമല്ലേ? അനുഭവിക്കാം. വരുന്നത് എല്ലാവർക്കും കൂടി അങ്ങ് അനുഭവിക്കാം. ചന്ദ്രോത്തുകാരുടെ ശവക്കുഴി ഇവിടെ ഉള്ളവരായിട്ട് തന്നെയാ തോണ്ടിയത്. ഒരു പെണ്ണ് കാരണം കുലം മുടിയുമെന്ന് പറയുന്നത് വെറുതെ അല്ല. സിദ്ധു, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.